ഇന്നൊരു പാൽക്കപ്പയുടെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എല്ലാവർക്കും ജയൻ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ പാൽക്കപ്പ റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഞാൻ 1 കിലോ കപ്പ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രോസൺ കപ്പയല്ല, ഫ്രഷ് ആയിട്ടുള്ള കപ്പ. കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഫ്രഷ് ആയിട്ടുള്ള കപ്പ കിട്ടിയത്. അത് നോക്ക് ഒന്ന് ചെറുതായിട്ട് നുറുക്കി ഒരു കുക്കറിലേക്ക്, ഞാൻ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കണം. കുക്കറിൽ ഉണ്ടാക്കണമെന്ന് ഒരു നിർബന്ധമില്ല. 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തു കേട്ടോ. നേരത്തെ വെള്ളം ഒഴിക്കുക. കുക്കറിൽ ഒരു വിസിൽ. എളുപ്പമുണ്ട് കേട്ടോ. അപ്പോൾ കൃത്യം കുക്കായി കിട്ടും. ചില കപ്പയ്ക്കൊക്കെ വേവ് വ്യത്യാസം ഉണ്ടായിരിക്കും. ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ട് ഫുള്ള് അതിൻ്റെ ആവി പോയി കഴിയണം. അത് കഴിഞ്ഞിട്ട് വേണം അതിൻ്റെ വെള്ളം ഊറ്റിക്കളയാൻ വേണ്ടി. അപ്പോൾ നമ്മൾ പാൽക്കപ്പ ഉണ്ടാക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഒരു വ്യത്യസ്തമായിട്ടുള്ള രുചിയാണ്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമ്മൾ കടയിലൊക്കെ കഴിച്ച അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാം. വെള്ളം എല്ലാം ഊറ്റിക്കളഞ്ഞു. അപ്പോൾ ആവശ്യത്തിന് വെന്തിട്ടുണ്ടെന്ന് ഓവർ കുക്കായിട്ടുമില്ല. അപ്പോൾ വേറൊരു പാൻ വെക്കുക. നമ്മൾ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ് വെച്ചിരിക്കുന്ന ഈ കപ്പ ആ പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാൽക്കപ്പ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള കപ്പ അങ്ങോട്ട് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നാട്ടിലെ കപ്പയൊക്കെ നല്ലതായിരിക്കും പാൽക്കപ്പ ഉണ്ടാക്കാൻ. പക്ഷേ നമുക്കിവിടെ പുറത്തൊക്കെ ഉള്ളപ്പോൾ ഫ്രോസൺ കപ്പയും കൊണ്ടല്ലേ സാധാരണ അല്ല. ഫ്രോസൺ കപ്പയും കൊണ്ട് ഉണ്ടാക്കിയ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള നല്ല കപ്പ കിട്ടിക്കഴിയുമ്പം അതുകൊണ്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ 1 kg മേടിച്ചെങ്കിലും ഒരു 750 ഗ്രാമൊക്കെ ഉണ്ടായിരിക്കുള്ളൂ, എല്ലാ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെക്കുമ്പോൾ. അപ്പോൾ നമ്മൾ കപ്പ വെള്ളമൊക്കെ ഊറ്റി ഒരു പാനിലേക്ക് ചേർത്ത് കൊടുത്തു. ഒരു 2 കപ്പ്. അപ്പോൾ ആ കപ്പ എന്തോരം ഉണ്ട് അത് നികന്ന് കിടക്കാൻ പാകത്തിന് 2 പാൽ ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ചേർക്കുക. 2 പാലാണ് ചേർക്കുന്നത്. അപ്പോൾ ഇനി പാലിൽ കിടന്നിട്ട് വേണം നമ്മുടെ കപ്പ ഒന്നുകൂടെ ഒന്ന് വെന്തുടഞ്ഞ് വരാൻ. ഇത് വെന്തിട്ടുണ്ട്, എന്നാലും നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റാണ് അതിനകത്തേക്ക് കയറി വരുന്നത്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. നമ്മൾ കുക്കറിൽ വേവിച്ചപ്പോൾ അല്പം ഉപ്പും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ 2 കപ്പ് ഒഴിച്ചല്ലോ. ആ കപ്പ് കഴുകി അല്പം വെള്ളം കൊണ്ട് ഒഴിക്കുക. അപ്പോൾ അത് നന്നായിട്ട് നകന്ന് കിടക്കാൻ പാകത്തിനാവും. അപ്പോൾ ആ പാലിൻ്റെ ടേസ്റ്റാണ് ഇതിൻ്റെ അകത്ത് കപ്പയ്ക്കകത്ത് വരുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതുവരെ നിങ്ങൾ പാൽക്കപ്പ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കടയിലൊന്നും പോകേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. ഈ സ്റ്റെപ്പ് ഇതുപോലെ തന്നെ ഫോളോ ചെയ്താൽ മതി. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഫ്രഷ് കപ്പയും കൊണ്ട് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഫ്രോസൺ കപ്പയും കൊണ്ട് ഉണ്ടാക്കി അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ 5-6 കുഞ്ഞുള്ളി, 2 പച്ചമുളക് അതൊന്ന് ചതച്ചെടുത്തു മിക്സിയിൽ. അപ്പോൾ ഇത് ഇങ്ങനെ വേവിക്കാൻ വെക്കുമ്പോൾ അതും കൂടെ ചേർത്തിട്ട് വേവിക്കാം. നമ്മൾ ചതച്ചെടുത്ത കുഞ്ഞുള്ളി പച്ചമുളകും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ആ കുഞ്ഞുള്ളിയുടെയും പച്ചമുളക് ചിലപ്പോൾ ചില സാധനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് മസാലയൊന്നും ആവശ്യമില്ല. ചെറിയൊരു ആ ഉള്ളിയുടെയും ആ പച്ചമുളകിൻ്റെയൊക്കെ ഫ്ലേവറും ആ തേങ്ങാപ്പാലും കൂടെ ചേർന്ന് വരുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ്. വേറെ മസാലകളൊന്നും നമ്മൾ തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെ പാൽക്കപ്പ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഞാൻ കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തിളച്ച് ഒരു മീഡിയം ഹീറ്റിൽ വെച്ച് തിളച്ച് വറ്റി കുറുകി വരണം. അപ്പോൾ അതിനുള്ള സമയം കൊടുക്കാം. പാൽക്കപ്പ നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാം, നല്ല എരിവുള്ള കറികളുടെ കൂടെ കഴിക്കണം കേട്ടോ. ബീഫോ പോർക്കോ എന്തായാലും കുഴപ്പമില്ല. ഞാൻ നല്ല അടിപൊളി എരിവുള്ള ചിക്കൻ റോസ്റ്റിൻ്റെ കൂടെയാണ് കഴിച്ചത്. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും റെഡിയാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറക്കരുത്. അപ്പോൾ ഇനി തിളച്ച് വരാനുള്ള സമയം കൊടുക്കാം കേട്ടോ. നോക്കൂ, തിളച്ച് വന്നു തുടങ്ങി. അപ്പോൾ തിളയ്ക്കുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. തേങ്ങാപ്പാൽ ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ തന്നെയാണെങ്കിൽ തന്നെ ഇളക്കി കൊടുക്കണം ഇടയ്ക്ക്. അപ്പോൾ ഈ പാലിൽ കിടന്ന് തിളച്ച് വരുന്ന കപ്പ നമ്മൾ ഇളക്കുമ്പോൾ ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചൊക്കെ കപ്പ അതിനകത്തേക്ക് ഉടഞ്ഞ് ചേർക്കുമ്പോഴാണ് തിക്നെസ് വരുന്നത് കേട്ടോ. അപ്പോൾ അല്പോടെ വെന്ത് കിട്ടട്ടെ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കും വേണം, അടിയിൽ പിടിക്കാതിരിക്കാൻ. കാരണം കപ്പയ്ക്ക് തന്നെ ഒരു കുറുകലുണ്ട്. അതിൻ്റെ കൂടെ പാലും കൂടെ ആകുമ്പോൾ ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ അടിയിലൊന്നും പിടിച്ചിട്ടില്ലായിരുന്നു. നോൺ സ്റ്റിക്ക് പാനിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എങ്കിൽ തന്നെ ഞാൻ ഇടയ്ക്ക് ഇളക്കിയിട്ട് കൊടുത്തായിരുന്നു കേട്ടോ. ഇത് നന്നായിട്ട് 2 പാലിൽ കിടന്ന് നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് അല്പം ഉപ്പിൻ്റെ കുറവും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുത്തു. വെന്തുടഞ്ഞ് വന്ന് കുറുകി വറ്റി കഴിയുമ്പോൾ വേണം നമുക്ക് 2 പാൽ ചേർത്ത് കൊടുക്കാൻ. തേങ്ങാപ്പാൽ കിടന്ന് വെന്ത് വരുന്ന കപ്പയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കപ്പ സാധാരണ കപ്പ വേവിക്കുന്നതൊക്കെ എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്. പക്ഷേ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു രുചിയാണ് കേട്ടോ ഇത്. ഒത്തിരി ഹെൽത്തിയാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, പക്ഷേ ഇത് ഒരിക്കലെങ്കിലും കഴിച്ച് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. നോക്കൂ, നമ്മുടെ കപ്പയൊക്കെ ഉടഞ്ഞു. ഇപ്പോൾ
അവിടെ ഇവിടെയൊക്കെ കടിക്കാൻ കിട്ടും. ഉടഞ്ഞു നമ്മുടെ രണ്ടാം പാലെല്ലാം കുറുകി വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മണം വരുന്നുണ്ട് ഇപ്പോൾ തന്നെ. ഇനി നമുക്ക് നമ്മുടെ കുറുകിയ ഒന്നാം പാൽ ചേർക്കാനുള്ള സമയമായി കേട്ടോ. നമുക്ക് ഇതിനകത്ത് ഫുള്ള് വെള്ളം പറ്റിയല്ലോ. അപ്പം ഇനി ഒന്നാം പാൽ ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തിട്ട് ഒരു തിള വന്നാൽ മതി കേട്ടോ. നല്ല കുറുകിയിരിക്കുന്ന ഒന്നാം പാലും കൂടെ ചേർത്തിട്ട് ഇന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിച്ച് ഒന്ന് തിള വരുമ്പോഴത്തേക്കും ഓഫ് ചെയ്യാം. ഒത്തിരി നേരം ഇത് ഇച്ചിരി ലൂസായിട്ട് ഓഫ് ചെയ്യണം കേട്ടോ. എന്തായാലും അത് ഇരുന്ന് ഇനിയും പറ്റൂല. ചൂടുള്ള കപ്പയും കുഴഞ്ഞിരിക്കുമ്പോൾ അത് പറ്റും. പ്രത്യേകിച്ച് നമ്മൾ പുറത്തൊക്കെ ആണെങ്കിൽ തണുപ്പുള്ള രാജ്യത്താണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ കുറുകിപ്പോകും. അപ്പം നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ചൂടോടെ കഴിക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കി മതി. അപ്പോൾ അത് പ്രോപ്പർ കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും ഓഫ് ചെയ്യാം. ഏകദേശം റെഡിയായി. ഒന്ന് തിള വന്ന് ഓഫ് ചെയ്യാം. ഇനി അതിലേക്ക് കടുക് താളിച്ച് ചേർക്കണം. നമുക്ക് തിളച്ചു, ഓഫ് ചെയ്തു. ഇനി കടുക് താളിച്ച് ചേർക്കാം. നമുക്ക് കടുക് താളിക്കാനായിട്ട് ഒരു ചെറിയ മൺചട്ടി വെച്ചു. അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ കടുക് താളിക്കുമ്പോഴാട്ടോ നമ്മുടെ പാൽക്കപ്പയ്ക്ക് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ തീർച്ചയായിട്ടും വെളിച്ചെണ്ണയിൽ തന്നെ കടുക് താളിക്കാൻ ഓർക്കണം. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇപ്പോഴും വെളിച്ചെണ്ണ നല്ല കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. അതൊന്ന് ഉരുകി വരട്ടെ. വെളിച്ചെണ്ണ നന്നായിട്ട് ഉരുകി വന്നു കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കടുക് ചേർത്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ കറി ലീവ്സ് ഇരിപ്പില്ല, അതുകൊണ്ട് കറി ലീവ്സ് ഉണ്ടെങ്കിൽ അത് ധാരാളമായിട്ട് ചേർക്കുക. പിന്നെ എനിക്ക് കറി ലീവ്സ് മേടിക്കാനായിട്ട് തന്നെ പുറത്ത് പോകാൻ മടി വന്നതുകൊണ്ട് കറി ലീവ്സ് ചേർക്കുന്നില്ല. ജസ്റ്റ് കുഞ്ഞുള്ളിയും വറ്റൽമുളകും മാത്രമാണ് ചേർക്കണുള്ളൂ. അപ്പോൾ 2-3 കുഞ്ഞുള്ളിയും കൂടെ ഇതിനകത്തേക്ക് കടുക് പൊട്ടി കഴിഞ്ഞിട്ട് ചേർത്ത് 2 വറ്റൽമുളകും കൂടെ ചേർക്കണം കേട്ടോ. നമുക്ക് പാൽക്കപ്പയ്ക്ക് പ്യൂർ വൈറ്റ് കളർ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ വറ്റൽമുളകും കൂടെ ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ 2 വറ്റൽമുളക് ഞാൻ രണ്ടായിട്ടൊന്ന് മുറിച്ച് അതും കൂടെ ചേർത്തു. കാരണം വറ്റൽമുളക് ചേർക്കുമ്പോൾ അതിൻ്റെ നീരിറങ്ങി കളർ അല്പം വ്യത്യാസം വരും. കുഴപ്പമില്ല, നമുക്ക് ടേസ്റ്റിന് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈ സമയത്ത് കറി ലീവ്സ് ഉള്ളവർ ധാരാളമായിട്ട് കറി ലീവ്സ് ചേർക്കുക. എൻ്റെ കയ്യിലില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ചേർത്തില്ല. പിന്നെ അതിന് വേണ്ടി പോകാൻ മടി വരുന്നു. അപ്പോൾ ഇത് ഉള്ളിയൊന്നും മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ റെഡിയാക്കിയിരിക്കുന്ന പാൽക്കപ്പയിലേക്ക് ചേർത്താൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പ റെഡിയായി. അപ്പോൾ ഞാൻ കടുക് താളിച്ച് ചേർക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം അല്ലേ. ഒത്തിരി മസാലയൊന്നും വേണ്ട, പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ പാൽക്കപ്പ കഴിച്ച് നോക്കിയിട്ട് റെഡിയാക്കിയിട്ട് എന്നോട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. ഇതെല്ലാം കൂടെ യോജിപ്പിച്ചു. ഞാൻ ചിക്കൻ കറി ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല എരിയുള്ള എന്ത് കറിയും, ബീഫോ പോർക്കോ എന്ത് റോസ്റ്റ് ആയാലും കുഴപ്പമില്ല. എൻ്റെ ചിക്കൻ റോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. നല്ല എരിയുള്ള ചിക്കൻ റോസ്റ്റിൻ്റെ കൂടെ സൂപ്പറാണ്. അപ്പോൾ നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് സൂപ്പർ ടേസ്റ്റ്. കപ്പ നല്ല ടേസ്റ്റുള്ള കപ്പയായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ ഫ്രോസൺ കപ്പയും കൊണ്ടൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. ഫ്രഷ് ആയിട്ടുള്ള കപ്പ ചിലപ്പോൾ ഫ്രഷ് ആയിട്ടെന്ന് തോന്നിയാലും ചിലപ്പോൾ കറുപ്പ് കളറൊക്കെ കാണും. ഇപ്രാവശ്യം കിട്ടിയത് ഞാൻ കുറേ നാളെ നോക്കിയിരുന്നിട്ടാണ് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് കപ്പ കിട്ടിയത്. പാൽക്കപ്പ ഉണ്ടാക്കാൻ വേണ്ടി കുറേ നാളായി ആലോചിക്കുന്നു. അപ്പോൾ നിങ്ങൾ റെഡിയാക്കി നോക്കണം കേട്ടോ തീർച്ചയായിട്ടും. നാട്ടിലത്തെ കപ്പയൊക്കെ സൂപ്പറായിരിക്കും. ഫ്രഷ് ആയിട്ടുള്ള കപ്പ കിട്ടുമല്ലോ. അപ്പം ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് മാറട്ടെ കേട്ടോ. പാൽക്കപ്പ അതിനേക്കാൾ ഒന്നുകൂടി കുറുകിയല്ലോ. അപ്പോൾ നമ്മൾ ഇരിക്കുന്തോറും അത് കുറുകി വരും കേട്ടോ. എസ്പെഷ്യലി തണുപ്പൊക്കെ ഉള്ള അടുത്താണ് ഞാൻ കട്ടയായി പോകും. അപ്പോൾ കഴിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. എന്നാലും അപ്പം നമ്മുടെ പാൽക്കപ്പ സെർവ് ചെയ്തിട്ട് ഞാൻ താങ്ക് യു ഫോർ വാച്ചിങ് ജെൻ ബ്ലോഗ്സ്. അടുത്തൊരു വിഭവമായിട്ട് ഞാൻ ഉടനടി വരുന്നതായിരിക്കും. താങ്ക് യു.
കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന ഒരു മസാല ചായ ഉണ്ടായിരുന്നു കേട്ടോ. ആ മസാല ചായ ഇതിന് നല്ല സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചെയ്ത് അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ മസാല ചായ. മസാല ചായ ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ പഞ്ചസാര ഇട്ടിട്ട് കുടിക്കുന്നതായിരിക്കും ഇച്ചിരി ടേസ്റ്റ് കേട്ടോ. നോക്കൂ, ഞാൻ ചിക്കൻ റോസ്റ്റ് സൂപ്പറായിരുന്നു കേട്ടോ. നല്ല എരിയുണ്ടായിരുന്നു. പാൽക്കപ്പയ്ക്ക് നല്ല കോമ്പിനേഷനായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ചുക്ക് കാപ്പിയും ചേരും കേട്ടോ അതിന്. ചുക്ക് കാപ്പിയുടെ റെസിപ്പി ഞാനൊരിക്കൽ ചെയ്യാം കേട്ടോ. ചുക്ക് കാപ്പി അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ബ്ലാക്ക് ടീ, ബ്ലാക്ക് കോഫി ഒക്കെ പറ്റും നമ്മുടെ പാൽക്കപ്പയ്ക്കും നമ്മൾ എരിയുള്ള കറികൾക്കൊക്കെ നല്ല കോമ്പിനേഷനാണത്. ചുക്ക് കാപ്പി നമ്മൾ ജലദോഷമൊക്കെ വരുമ്പോൾ ചെയ്യുന്ന ചുക്ക് കാപ്പിയില്ലേ, അതും ചേരും. നമ്മുടെ മസാല ടീയുടെ വേറൊരു വേഷനാണ് മസാലകളൊക്കെ ഇട്ട് കാപ്പി ഉണ്ടാക്കുന്ന. അത് ഞാൻ ഒരിക്കൽ ചെയ്യാം. അപ്പം മസാല ചായയും പാൽക്കപ്പയും നല്ല കോമ്പിനേഷനാണ്. അത് റെഡിയായിട്ട് നോക്കണം കേട്ടോ. അത് കഴിച്ച് നോക്കണം അങ്ങനെ. താങ്ക് യു, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജിയാൻ വ്ളോഗ്സ്. ബൈ.